ആദ്യമായിട്ട് വരുമ്പോൾ ഈ ഇൻഡസ്ട്രി ആയിക്കോട്ടെ ഏത് ഇൻഡസ്ട്രി ആയാലും നമ്മളെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ടാവും. ഒരു 4 ലക്ഷം രൂപയോളം കാണുമോ തരാൻ? ഓൾമോസ്റ്റ് റേഞ്ച് വരും. ആരെയും ദ്രോഹിക്കാൻ ഇഷ്ടമില്ലാത്തൊരു നായകനാണ്, അതുകൊണ്ടാണ് അധികം പറയാത്തത്. എൻ്റെ നൈറ്റൊക്കെ ഷൂട്ട് ചെയ്തിട്ട് നിൽക്കുന്നത് ഇതിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും എനിക്ക് അതിൽ ഇപ്പോഴും വലിയ പരാതിയില്ല. അയാൾ അതുകൊണ്ട് രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ. പുള്ളിക്കാരന് അതിൻ്റെ അഭിനയിച്ചതിൻ്റെ റെമ്യൂണറേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പാർവതിയിൽ വന്നതിന് ശേഷം എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇൻസ്റ്റയിലൊക്കെ ഇഷ്ടംപോലെ മെസ്സേജൊക്കെ വരാറുണ്ട്, റിപ്ലൈ കൊടുക്കാറുണ്ടോ? ഹായ് ചേട്ടാ, അല്ലെങ്കിൽ സീരിയൽ കൊള്ളാം എന്ന് പറഞ്ഞാൽ തിരിച്ചൊരു ഓക്കെ താങ്ക് യു സുഖമാണോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്നൊന്നും പോകാനില്ല. അതിൽ ഏതെങ്കിലും ഒരു കുട്ടി ഐ ലവ് യു പറഞ്ഞ് റിപ്ലൈ കൊടുത്തിട്ടുണ്ടോ? അതിനും ഞാൻ താങ്ക് യു എന്നാണ് താങ്ക് യു എന്നാണ് പറഞ്ഞത്. അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആയി, ഇനിയും ഒരുപാടായിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ ആയി തോന്നുന്നു. ഹലോ ഹായ് നമസ്കാരം, മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ പാർവതി സീരിയലിലെ നായകൻ JP, ഒരു ഹാൻഡ്സം ഹീറോ ആണ്. സ്വാഗതം. പൊക്കിയിട്ടുണ്ട്. അത് ഹാൻഡ്സം തന്നെയാണ്, അതുകൊണ്ടാണ് ഹാൻഡ്സം എന്ന് പറഞ്ഞത്. സീരിയസ്ലി സീരിയലിൽ ഇങ്ങനെയൊക്കെയുള്ള സൗന്ദര്യമുള്ള ആൾക്കാരെ കിട്ടാൻ പാടാണ്. പൊതുവേ പറഞ്ഞാണ്, പണ്ടുള്ള സീരിയൽസിൽ നമ്മൾ കാണുമ്പോൾ കുറച്ച് കുടവരൊക്കെ ചാടിയ കഥാപാത്രങ്ങളുള്ള ആൾക്കാരാണ്. ഇപ്പോൾ എല്ലാം 6 പാക്കുകളാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ പൊതുവേ ഞാൻ പറഞ്ഞ എന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റില്ല. അതായത് ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും എന്താ പറയുക, ഇപ്പോൾ സിനിമയിലേക്കും സീരിയലിലേക്കും അങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അതെ അതെ അതെ. അപ്പോൾ എല്ലാവരും ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതെ, അതേപോലെ അവരുടെ സൗന്ദര്യം, എല്ലാവർക്കും സൗന്ദര്യമുണ്ട്. വരുന്ന എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളുമാണ്. അതെ. അല്ല, സിനിമയിലെ കൺസെപ്റ്റാണ് ഈ പറഞ്ഞ 6 പാക്ക് എന്ന് പറഞ്ഞത്. ഇപ്പോൾ സീരിയലിലേക്ക് വരുമ്പോഴും ഇപ്പോൾ അതിലേക്ക് വന്നിരിക്കുകയാണ് എല്ലാവരും. കാര്യം എല്ലാവർക്കും സൗന്ദര്യമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായും ഇപ്പോൾ ഈ ഒരു മേഖലയിൽ വന്നില്ലെങ്കിൽ കൂടെ എല്ലാവരും അവരവരുടെ ഹെൽത്ത് കോൺഷ്യസ് ആണ്. ഇപ്പോൾ ആ ഒരു ടൈമാണല്ലോ. നമ്മളെങ്ങനെ ഇരിക്കും, നമ്മുടെ ഫിസിക്ക് എങ്ങനെയാണ്, നമ്മളെങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ ശരീരം മെയിൻറ്റെയിൻ ചെയ്യുന്നു, അപ്പോൾ എല്ലാവർക്കും അറിയണം അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ചോദ്യങ്ങളൊക്കെ വരാറുണ്ടോ അങ്ങനെ ഈ ഫിസിക്കൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ? ഇപ്പോൾ ഫിസിക്ക് ഞാൻ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരാളാണ്. ഇപ്പോൾ ഞാനും ഈ എല്ലാവരെ പോലെ തീരുമാനങ്ങൾ എടുക്കും. നാളെ മുതൽ 6 മണിക്ക് ജിമ്മിൽ പോകണം, എന്നിട്ട് അലാറം ഒരു 10 അലാറൊക്കെ വെച്ചിട്ട് കിടന്നു. പിന്നെ രാവിലെ ആവുമ്പോഴാണ് നാളെ ആവാം. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അതാണ് നമുക്ക് ഉപദേശിക്കാറുള്ളത്. തീരുമാനം എടുത്താൽ പോയിരിക്കണം. പോയാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോകണം. ഞാനും ഈ ഒരു ബിസി ഷെഡ്യൂൾ അല്ലെങ്കിൽ അല്ലാത്ത സമയത്തൊക്കെ മാക്സിമം വർക്കൗട്ട് അല്ലെങ്കിൽ ജസ്റ്റ് നടക്കാൻ പോകും, സൈക്ലിങ് അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. പിന്നെ ഇതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും. ഇപ്പോൾ ആർക്കായാലും എല്ലാവർക്കും നല്ലതാണ്, അഭിനയം അല്ലെങ്കിലും ലൈഫിൽ നല്ലതായിരിക്കും. അതിനിപ്പോൾ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ബോഡി മെയിൻറ്റെയിൻ ചെയ്യുക അങ്ങനെ ഒരു സംഭവമില്ലല്ലോ. ഈ നായകന് സൗണ്ട് ഇല്ലയാണോ? സൗണ്ട് കുറച്ച് പറയാമോ നായകൻ? സൗണ്ട് പൊതുവേ ഞാൻ സൗണ്ട് കുറച്ച് സംസാരിക്കും. ഇങ്ങനെ സംസാരിച്ചാൽ മതി. ഈ JP പുറത്തായിരുന്നല്ലോ, എബ്രോഡിലായിരുന്നു, GCCയിലായിരുന്നു. അവിടെ ബിസിനസ് ആയിരുന്നു, ജോലി ഉണ്ടായിരുന്നു? അവിടെ ജോബായിരുന്നു. ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ പർച്ചേസിലായിരുന്നു. ഒരു 6 to 7 years അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് എൻ്റെ ഫീൽഡേ അല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ആൽബം ചെയ്തു. അവിടെ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ അവരെയൊക്കെ സർക്കിളിൽ ആൽബം ചെയ്തു. അത് കുറച്ച് പേര് കണ്ടു. അങ്ങനെയാണ് ഇതിലേക്കൊരു ക്ഷണം വരുന്നത്. പക്ഷെ ആൽബം ഞാൻ കണ്ടു, അതൊരു മൂവി പോലെ എടുത്തിരിക്കുകയാണ് ആൽബം. അതെ, അത് എനിക്ക് തോന്നുന്നു നമ്മളിവിടെ വന്നതിന് ശേഷം ഞാനത് സെർച്ച് ചെയ്ത് നോക്കി പറഞ്ഞപ്പോൾ ആ എടുത്തിരിക്കുന്ന വിഷ്വലൈസിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അത് അപ്പോൾ ഒരു ആൽബം അങ്ങനെ ഒരു സിനിമ പോലെ ചെയ്യാനുള്ളൊരു ഐഡിയ, അല്ലെങ്കിൽ അതിലേക്ക് അഭിനയിക്കാൻ ആരെങ്കിലും ക്ഷണിച്ചാണോ അതോ നിങ്ങളുടെ ഓൺ പ്രൊഡക്ഷൻ ആണോ? അത് അല്ല, നമ്മളെ ക്ഷണിച്ചതാണ്. അതൊരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അമൽ എന്ന് പറഞ്ഞിട്ട്, അമൽ ആൻഡ് ഡേവിസ്. അപ്പോൾ അവരുടെ ഒരു പ്രൊജക്റ്റായിരുന്നു. ആളുടെയും ഫസ്റ്റ് പ്രൊജക്റ്റായിരുന്നു, ഫസ്റ്റ് ആൽബമായിരുന്നു. ഫസ്റ്റ് ആയിരുന്നു അതല്ലേ? എനിക്ക് നല്ല റീച്ച് ആയെന്ന് തോന്നുന്നു അല്ലേ? അത്യാവശ്യം നല്ല ഒരു 1 million ഒക്കെ റീച്ച് ആയി പോയിട്ടുണ്ട്. ഇനിയും എന്നാണ് ആൽബത്തിന്റെ പേര്. ഇനിയും ചിലപ്പോൾ ആൾക്ക് കണ്ടിട്ടില്ലാത്ത കാണാം ഇനിയും അല്ലേ? അത് ഇറങ്ങിയിട്ടൊരു 3 years ആയെന്ന് തോന്നുന്നു. എങ്കിലും അത് ഇപ്പോഴും യൂട്യൂബിൽ ആൾക്കാരെ കയറി സെർച്ച് ചെയ്ത് കാണുന്നുണ്ട്. ഇപ്പം നമ്മുടെ ചാനൽ പോലെ യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സൗകര്യം പോലെ എടുത്ത് കാണാമല്ലോ. ഈ അത് പറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ ഈ സീരിയലിലേക്ക് സിനിമയിലേക്ക് വരുന്നതൊക്കെ ഒരു ഭാഗ്യമാണ്. സൗന്ദര്യവും ഹൈറ്റും വെയിറ്റും ഉണ്ടെങ്കിൽ മാത്രമല്ല നമ്മൾ വരാൻ പറ്റും, ഒരു ഭാഗ്യം കൂടെ വേണം ഇല്ലേ? അപ്പോൾ ഭാഗ്യം കൂടി വേണം. അതേപോലെ ലക്ക് ഒരു പ്രധാന ഘടകമാണ്. അതേപോലെ നമ്മുടെ ചാൻസ് കിട്ടുക. എത്രയോ പേർക്ക് ഇപ്പം ഞാൻ വന്നിട്ട് എന്നെക്കാൾ കഴിവുള്ള എത്രയോ പേര് പുറത്ത് നിൽക്കുന്നുണ്ടാവും. ഇപ്പം എന്നോട് ഇപ്പോഴും പേഴ്സണലി ചോദിക്കുന്ന ആൾക്കാരുണ്ട്, ഒരു ചാൻസ് കിട്ടുമോ? ഇപ്പോൾ സീരിയലിലായാലും സിനിമയിലായാലും. നമ്മുടെ സീരിയലിലൊന്നും
ചെറിയ റോള് കിട്ടും മോഹം കാണിക്കാൻ വേണ്ടി എത്ര പേര് ഹാർഡ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്രയ്ക്കും വലിയ ഹാർഡ് വർക്ക് ചെയ്തു എന്ന് പറയുന്നില്ല. ജസ്റ്റ് ആ ഒരു ലക്കിൻ്റെ പുറത്ത് വന്ന് ജസ്റ്റ് അപ്പോൾ ഒരു അവസരം, ഒരു കോള് വന്നപ്പോൾ ഓക്കെ, ഞാനത് നിരസിച്ചില്ല, എന്തായാലും ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ജീവിതത്തിൽ ചിലപ്പോഴേ ഒരു അവസരം വരുള്ളൂ, വഴിത്തിരിവുകൾ ചിലപ്പോൾ വരാൻ പറയത്തില്ല, പിന്നീട് ചിലപ്പോൾ വന്നൊന്നും വരില്ല. അപ്പോൾ ആ കിട്ടിയ ചാൻസ് നമ്മൾ യൂസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ചാൻസ് ജസ്റ്റ് ഞാൻ യൂസ് ചെയ്ത് അങ്ങനെ ഇതുവരെയൊക്കെ യൂട്ടിലൈസ് ചെയ്തു, അത് കറക്റ്റായിട്ട് സക്സസ് ആയി. ഞാൻ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് ഇതിൽ ഒരു ന്യൂ കമർ ആണെങ്കിൽ എൻ്റെ രണ്ടാമത്തെ പ്രൊജക്റ്റാണിത്. അപ്പോൾ ആദ്യത്തെ സൂര്യ ടി വിയിൽ മനസ്സിനക്കരെ എന്ന പ്രൊജക്റ്റ്. മനസ്സിനക്കരെ, അതായത് വർക്കലയിലൊക്കെ ഷൂട്ട് ചെയ്ത, പ്രൊഡ്യൂസറിന്റെ പേര് ഷാനവാസ് അല്ലേ? ഷംനാദ്. അതിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പായിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വന്നല്ലേ? അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതിലേക്ക് വരുന്നത്. ഇത് നല്ലൊരു തുടക്കമായിരുന്നു, നല്ലൊരു വർക്കായിരുന്നു. ഇപ്പോൾ സി കേരളം അറിയാലോ, ഒരു നമ്പർ 1 ചാനലായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ്. ഓൾറെഡി നമ്പർ 1 ആണ്. അപ്പോൾ അതിലെ പ്രോഗ്രാംസ് ആയാലും സീരിയൽസ് ആയാലും എന്തായാലും ആൾക്കാർ നന്നായിട്ട് ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു ബാനറിൽ കിട്ടിയപ്പോൾ അതും ഞാൻ യൂട്ടിലൈസ് ചെയ്തെന്ന് പറയാം. JPയുടെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണോ കൊടുക്കുന്നത് യൂട്യൂബിലൂടെ? സെക്കൻഡ് എന്ന് തോന്നുന്നു. ആണോ? അല്ല, ഫേസിൽ ഒരു ചെറിയ ചമ്മൽ സംസാരമൊക്കെ, നമുക്ക് കൂളായിട്ട് സംസാരിക്കാന്ന്. എനിക്ക് ഇനി വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എനിക്കൊരു മൈക്കിൽ എങ്കിലും മനസ്സിലായത് കാര്യം, രാപ്പകലില്ലാതെ ഇങ്ങനെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയല്ല, നിങ്ങളുടെ ഒരു ടൈറ്റ് ഷെഡ്യൂളാണ്, അത് എനിക്കറിയാം. ഇപ്പോൾ തന്നെ നമ്മൾ ഡബിൾ യൂണിറ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോകുന്നു, അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് വരുന്നത്. അതിൻ്റെ ഇടയിലാണ് ഇങ്ങോട്ട് വന്നത്. അതിൻ്റെ ഇടയിൽ ഇച്ചിരി സമയം നമുക്ക് തന്നു. താങ്ക് യു സോ മച്ച്. ഈ മനസ്സിനക്കര ലൊക്കേഷനിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അത് നിർത്തിവെച്ചതാണോ? അത് അല്ല, അത് വൈൻഡപ്പ് ചെയ്തതാണോ? എങ്കിലും നിങ്ങൾ ക്ലൈമാക്സ് ആയിട്ടില്ലെന്നല്ലോ ഞാൻ അറിഞ്ഞത്. എൻ്റെ ക്ലൈമാക്സ് ആയിട്ടില്ല. അത് ആക്കാൻ എനിക്ക് അറിയാൻ വയ്യാൻ അതെന്താണെന്ന് പറയാം. കാര്യം അതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഞങ്ങളിങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല. പുള്ളിക്കാരന് അതിൻ്റെ അഭിനയിച്ചതിൻ്റെ റെമ്യൂണറേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പക്ഷേ പുള്ളി പേഴ്സണലി എന്നോട് പറഞ്ഞതാണ്, അത് നിങ്ങളിലേക്ക് അറിയിക്കേണ്ട ആവശ്യമില്ല, എങ്കിൽ പോലും ഇത് എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. കാര്യം നിങ്ങളുടെ ഫസ്റ്റ് ഒരു സീരിയലാണത്. ആദ്യമായിട്ട് വരുമ്പോൾ ഈ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഏത് ഇൻഡസ്ട്രി ആയാലും നമ്മളെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ടാവും. ഇപ്പം ഞാൻ അവരോട് പരിഭവം പറയല്ല, നമുക്കൊരു ചാൻസ് തന്നു, അതൊക്കെ ഓക്കെ, വളരെ ചെറിയൊരു റെമ്യൂണറേഷന് വേണ്ടി വർക്ക് ചെയ്തു. അതും തന്നില്ലെങ്കിൽ ആ ചെറിയ റെമ്യൂണറേഷൻ എത്ര വർഷത്തെ പൈസ ആയിരിക്കും അന്നേരം? അതെ, അത് ഓൾമോസ്റ്റ് ആ പ്രോജക്റ്റ് വൈൻഡപ്പ് ചെയ്തിട്ട് തന്നെ ഒരു 1.5 ഇയർ ആയി. ഒരു 4 ലക്ഷം രൂപയോളം കാണുമോ തരാൻ? വരുമല്ലേ? പിന്നെ കോൺടാക്ട് ചെയ്തോ? പ്രൊഡ്യൂസറെ കോൺടാക്ട് ചെയ്തോ? പ്രൊഡ്യൂസറെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഇതേപോലെ ഇന്ന് തരാം, നാളെ തരാം എന്നൊക്കെയാണ് പറയുന്നത്. പുള്ളി ഇപ്പം എവിടെയാണ് പുള്ളി ഉള്ളത്? പുള്ളി ഇവിടെ തന്നെ കാണും. വിളിച്ചാൽ എടുക്കുമോ അതോ കോൺടാക്ട് ഉണ്ടോ, മെസ്സേജ് ഉണ്ടോ? ഇടയ്ക്ക് വിളിച്ചിരുന്നു, ഇടയ്ക്ക് ഞാൻ കണ്ടിരുന്നു. അപ്പോഴും സെയിം ആണ് പറഞ്ഞത്. എനിക്ക് അതിൽ ഇപ്പോഴും വലിയ പരാതിയില്ല. അയാൾ അതുകൊണ്ട് രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ. ഇപ്പം നമ്മളെ വർക്ക് ചെയ്ത പൈസ കൊടുക്കുക എന്നുള്ളൊരു മാന്യമായ ഏർപ്പാടാണ്. ഒരിക്കലും അങ്ങനെ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ പ്രൊഡ്യൂസറെ എനിക്കറിയാം. അന്ന് വന്നപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ എടുക്കാൻ വന്നതാണ് അവിടെ. അപ്പോൾ എനിക്ക് അവിടെ സംസാരിച്ചപ്പോൾ നല്ലൊരു മനുഷ്യനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഒരാളെ ജോലി ചെയ്താൽ കൂലി കൊടുത്തില്ലെങ്കിൽ അതിനുള്ള കൂലി ദൈവം കൊടുക്കും എന്നുള്ളതാണ് സത്യാവസ്ഥ. JPക്ക് എന്തെങ്കിലും ഈ നിമിഷം പറയാനുണ്ടോ? അദ്ദേഹത്തിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ധൈര്യമായിട്ട് പറയാം. അല്ല, അദ്ദേഹത്തോട് പറയാൻ വലുതായിട്ടൊന്നുമില്ല. ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയ കേസാണ്. ഇനി ആ പൈസ വേണോ അതോ എങ്ങനെയാണ്? ഇല്ല, ഈ പറഞ്ഞ പോലെ അതുകൊണ്ട് അയാൾ രക്ഷപ്പെടട്ടെ. തീർച്ചയായിട്ടും അത് താങ്കൾക്കുള്ള പൈസയാണ്, താങ്കൾക്ക് തന്നെ കിട്ടിയിരിക്കുന്നത്. പൈസയുടെ അല്ല, നമ്മൾ ചെയ്ത ജോലിയുടെ ചെയ്യുന്ന ജോലിൻ്റെയാണ്. ഇപ്പം നമ്മൾ ഒരുപാട് ഫസ്റ്റ് ന്യൂ കമർ ആകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും നമുക്ക് ഫേസ് ചെയ്ത് ഫിനാൻഷ്യലി വരും. കാരണം ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഉണ്ടെന്നല്ല, എങ്കിലും നമുക്ക് പോകുന്നതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു കാര്യം ആലോചിച്ചിട്ടായിരിക്കുമല്ലോ അവിടെ ചെല്ലുന്നത്. അത് നമുക്ക് കിട്ടിയില്ല എന്ന് വരുമ്പോഴത്തേന് ഭയങ്കര ബുദ്ധിമുട്ടാവും. നമ്മൾ പേഴ്സണലി ഒന്നും ഡിമാൻഡ് ചെയ്യാതെ അവർ പറയുന്നതെല്ലാം ഡേ നൈറ്റൊക്കെ ഷൂട്ട് ചെയ്തിട്ട് നിൽക്കുന്നത് ഇതിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും എല്ലാവരും അങ്ങനെ തന്നെ. അതെ, എല്ലാവരും അങ്ങനെ തന്നെ. അപ്പം അതുപോലും നമുക്ക് നിഷേധിക്കുക എന്ന് പറയുമ്പോൾ, ഇപ്പം മനസ്സിനക്കരെ സീരിയലിൽ അഭിനയിച്ചു കഴിഞ്ഞിട്ട് തേപ്പ് കിട്ടിയ ഒരു വ്യക്തിയാണ്, നായകനാണ് ഇവിടെ ഇരിക്കുന്നത് എന്നോടൊപ്പം ഉള്ളത്. പക്ഷേ പാർവതിയിൽ വന്നതിന് ശേഷമുള്ളൊരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ?
പാർവതിയിൽ വന്നതിന് ശേഷം എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇങ്ങനെയും ഒരു വർക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, ഇങ്ങനെയും സ്മൂത്തായിട്ടൊരു സീരിയൽ എടുക്കാൻ പറ്റും. ആ ഒരു സീരിയലിനേക്കാളും എത്രയോ ഫുട്ടേജ് കൂടുതലാണ് നമ്മൾ ഡെയിലി എടുക്കുന്നത്. അതിൻ്റെ ഡബിൾ എടുക്കുന്നുണ്ട് ഇവിടെ. അതും വളരെ സ്മൂത്തായിട്ട്. അതിൻ്റെ ആൾക്കാരാണെങ്കിൽ വെറുതെ നമ്മൾ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് വർക്ക് കൊളാക്കുന്നതിനേക്കാളും നല്ല സ്മൂത്തായിട്ടും ഒരു വർക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ബോധ്യപ്പെടുത്തി തരുന്ന ആൾക്കാരാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. അതിപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആയി. ഞാൻ ഈ ഒരു വർക്ക് എടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ആ ഒരു ബാഡ് എക്സ്പീരിയൻസിൽ തിരിച്ചു പോയേനെ. നമ്മൾ ദുബായ് ഓൾറെഡി ഈ ഒരു മേഖലയെ വെറുത്തേനെ. അപ്പം ഞാൻ ഇതിൽ വന്നുകൊണ്ടാണല്ലോ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇങ്ങനെയും ഒരു അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാം. ആൾക്കാരെ ടെൻഷൻ അടിപ്പിക്കാതെ ഇവിടെ അത്രയ്ക്ക് നല്ലൊരു ഫ്രണ്ട്ലിയാണ് അറ്റ്മോസ്ഫിയർ. നമ്മൾ ഒരു ഷൂട്ടിങ്ങിന് വരാമെന്ന് പോലും എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾ വീട്ടിൽ നിന്ന് വീണ്ടും ഒരു ഫാമിലിയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് വരുന്നു കൂളായിട്ട്. അതിപ്പോൾ ഡയറക്ഷൻ സൈഡായാലും ശരി, പ്രൊഡ്യൂസർ സൈഡായാലും ശരി, ബാക്കി പ്രൊഡക്ഷൻ സൈഡായാലും ശരി, ആർട്ടായാലും ശരി, ക്യാമറ ആയാലും ശരി, അതുപോലെ പ്രൊഡക്ഷൻ ആർട്ടിസ്റ്റായാലും ശരി, എല്ലാം ഒരു അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഫേസിൽ തന്നെ കാണാനുണ്ട്. ഇതിലേക്ക് എങ്ങനെയാണ് കാര്യം? ഇത് വേണ്ട, തിരിച്ചു പോകാമെന്ന് മടുത്തിരുന്ന സമയത്താണ് പാർവതി വന്നത്. അതെ, പാർവതി എങ്ങനെയാണ് മനസ്സിലേക്ക് വന്നത്, അല്ലെങ്കിൽ താങ്കളിലേക്ക് വന്നത് എങ്ങനെയാണ്? എന്നിലേക്ക് വന്നത് നമ്മൾ അറിയുന്ന ഒരു കൺട്രോൾ ഉണ്ട്, അരുൺ എന്ന് പറഞ്ഞിട്ട് ആളാണ്. ഇങ്ങനെ ഒരു ഓഡീഷൻ നടക്കുന്നുണ്ട്, JP ഒന്ന് പോയിട്ട് അറ്റൻഡ് ചെയ്യൂ എന്ന് പറഞ്ഞു. അരുൺ മഴവിൽ മനോരമ വിളിച്ചുകൊണ്ടിരിക്കുന്ന അരുൺ ചേട്ടൻ ആണോ? അരുൺ ചാവറ അറിയില്ല. അറിയാം. ഓക്കെ, പുള്ളിയാണ് പറയുന്നത് JP ഇങ്ങനെ ഓഡീഷൻ ഉണ്ട്, നായകന് കുറേ ആൾക്കാർ ഓഡീഷൻ കൊടുത്തു, ജസ്റ്റ് ഒന്ന് പോയി നോക്കി. അപ്പോൾ അവിടെയും നമ്മൾ വിളിച്ചൊരാളെ കാര്യം പറയുമ്പോൾ നമ്മളത് അവോയ്ഡ് ചെയ്തില്ല. അന്ന് ഈ ഓഡിഷൻ വരുമ്പോൾ എൻ്റെ കാല് ഫ്രാക്ചറായിട്ടിരിക്കുകയായിരുന്നു. കാല് ഒടിഞ്ഞിരിക്കുകയാണ്, ജസ്റ്റ് ഒരു ആക്സിഡൻ്റ് ആയിട്ട് കാല്. അപ്പോൾ അതും വെച്ചിട്ടാണ് ഞാൻ ഈ ഓഡിഷനിലേക്ക് വരുന്നത്. കുറേ പേരുണ്ടായിരുന്നു ഓഡിഷൻ? കുറേ പേരുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു അവർ 2-3 മന്ത്സായിട്ട് ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് എനിക്കറിഞ്ഞത്. ചിലപ്പോൾ എൻ്റെ ഒരു അപ്പിയറൻസ് വെച്ചിട്ട് ഈ ഒരു ക്യാരക്ടറിന് ആപ്റ്റായി തോന്നിയോണ്ടായിരിക്കുമല്ലോ നമ്മളെ തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പാർവതിയിലേക്ക് വരുന്നത്. അപ്പോൾ അന്ന് മുതൽ ഈ ഒരു ക്യാരക്ടറിനെ കൂടി പഠിച്ചു. ഇതൊരു ആക്ച്വലി റീമേക്കാണ്, അവരുടെ സ്റ്റോറിയാണ്. സി തെലുങ്കു, അതിൽ നിന്നും നമ്മളെടുത്തിട്ട് മലയാളത്തിലേക്ക് കൊണ്ടുവന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ അതിൽ നിന്നും? ഒബ്വിയസ്ലി നമ്മൾ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ. എന്നാലും നല്ല ഒരു സോളുള്ള കഥയാണ്. 1000-2000 എപ്പിസോഡ് പോകാനുള്ള ഒരു സാധനം പോവും, എന്തായാലും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിജയകരമായിട്ട് നമ്മളൊരു 300 എപ്പിസോഡൊക്കെ കഴിഞ്ഞതിൻ്റെ ആഘോഷം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ. അതെ, 300ാമത്തെ എപ്പിസോഡ് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഗൾഫിൽ ആ ജോലി റിസൈൻ ചെയ്തോ അതോ ദുബായിലെ ജോലി റിസൈൻ ചെയ്തോളൂ? കുഴപ്പമില്ല. നമ്മൾ 6 മാസം തിരിച്ചു പോയില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ക്യാൻസൽ. അല്ല, അത് കട്ടാവട്ടെ. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ 3000 വരെ നിൽക്കണം, നിങ്ങളിവിടെ 2000 വരെങ്കിലും ഇവിടെ നിൽക്കണം. കാര്യം നായകനില്ലാതെ എന്ത് കാര്യം? ഓൾറെഡി പഴയ വർക്ക് വന്നപ്പോഴേക്കും ക്ലോസ് ആയിരുന്നു. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലാക്കലല്ല ഒരു, ഞാൻ അത് വീണ്ടും പറയല്ല എങ്കിൽ പോലും ആ ഒരു കഥ അല്ലെങ്കിൽ ആ ഒരു സംഭവം എല്ലാവർക്കും അറിയാവും. നിങ്ങളുടെ കൂടെ ചെയ്തവർക്കല്ല എല്ലാവർക്കും പൈസ കൊടുക്കാനുണ്ടോ? ഓൾമോസ്റ്റ് അവര് കാര്യങ്ങൾ അവർ പറയട്ടെ. അല്ല, എങ്കിലും നമ്മൾ അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് കൊടുക്കാനുണ്ടോ അവിടെ? എനിക്ക് തോന്നുന്നു, അറിയില്ല. ആരെയും ദ്രോഹിക്കാൻ ഇഷ്ടമില്ലാത്തൊരു നായകനാണ്, അതുകൊണ്ടാണ് അധികം പറയാത്തത്. ഞാൻ ഇതുവരെ ചോദിച്ചിട്ട് പോലുമില്ല ആരെയും. ഞാൻ ഡിമാൻഡ് വെക്കാത്ത, അല്ലെങ്കിൽ എൻ്റെ ആവശ്യങ്ങളും പോലും പറയാത്ത ഒരാളാണ്. അത് ആ ടീമിനും അറിയാം. എനിക്ക് ഇന്നത് വേണമെന്ന് പറയുക, അല്ലെങ്കിൽ എനിക്ക് ഇന്ന് വരാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് എക്സ്ക്യൂസസ് ഒന്നും ആ വർക്കിൽ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് 5 മിനിറ്റ് വേണം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് പോലും എനിക്ക് ആ വർക്ക് കിട്ടിയിട്ടില്ല. അത് എന്താണെന്നറിയില്ല, ന്യൂ കമർ ആയതുകൊണ്ടായിരിക്കാം. അതുപോലും ഇതുപോലും നിഷേധിച്ചുകൊണ്ട് നമ്മളതിന് നിൽക്കുകയായിരുന്നു. ഇത് ഈ പറഞ്ഞ പോലെ നിങ്ങളൊക്കെ അന്ന് വന്നപ്പോൾ ഓവർനൈറ്റ് വർക്ക് എത്രയോ ദിവസങ്ങൾ അങ്ങനെയൊക്കെ നിന്നിട്ട് ഇങ്ങനെ നമ്മളോട് ഒരാൾ ദ്രോഹം ചെയ്യുമ്പോൾ അതിൻ്റെ ചെറിയൊരു വിഷമം, അതും ഞാനൊരു പരാതിയായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അല്ലാതെ കുഴപ്പമില്ല. എന്തായാലും അദ്ദേഹം ഇത് കാണട്ടെ. അദ്ദേഹത്തിന് മനസ്സുണ്ടെങ്കിൽ ആ പൈസ ഈ ചെറുപ്പക്കാരന് കൊടുക്കട്ടെ. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണത്, അത് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ വേറെ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം വരുന്നുണ്ട് ഈ സീരിയൽ കണ്ടതിന് ശേഷമുള്ള മറ്റു സീരിയലിലേക്ക്. ആ ഒരു സീരിയൽ കഴിഞ്ഞതിന് ശേഷം ഒരു മൂവി ചെയ്തിരുന്നു, VKP സാറിൻ്റെ ലൈവ് എന്ന് പറഞ്ഞ മൂവി ചെയ്തിരുന്നു.
അത് ആ ഒരു സീരിയൽ കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ കറക്റ്റ് കഴിഞ്ഞതിൻ്റെ നെക്സ്റ്റ് വീക്ക് ആ ഒരു മൂവി ഇതുപോലെ വരികയും അതിലൊരു ചെറിയ വേഷം ചെയ്യാൻ പറ്റി. PKP സാറിൻ്റെ അവിടെ എത്തിപ്പറ്റാൻ ഭയങ്കര പാടാണ്. അതെ, അതെങ്ങനെയാണത്? നമ്മൾ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ പോയത്. അങ്ങനെയാണ്, നമുക്ക് ഒരു ബന്ധങ്ങൾ വെച്ചിട്ട് പോയതാണല്ലേ? അറിയായിരുന്നു. എങ്കിലും അത് എത്തിപ്പറ്റിയല്ലോ. ഇനിയിപ്പോൾ അടുത്ത പടങ്ങളിലൊക്കെ അദ്ദേഹം ഓർക്കും. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ ഒരാളുണ്ടെങ്കിൽ ആ ഒരു ചെറിയ സിനിമയിലും അടുത്ത സിനിമയിലും കൊടുക്കാറുണ്ട്, കേട്ടിട്ടുണ്ട്. അതെ, അതും ഇതുപോലെ നല്ല എൻജോയ് ചെയ്തൊരു വർക്കായിരുന്നു. നല്ല കൂളായിട്ട് ചെയ്തൊരു വർക്കായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മൂവി? അത് എല്ലാം കൂടെ നന്നായിട്ട് വന്നിരുന്നു. നമ്മളെ ഷൈൻ ടോം ചാക്കോ ആയിരുന്നു ഹീറോ. പുള്ളി പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, അടിപൊളിയായിട്ട് ചെയ്തു. മമത ഹീറോയിനായിരുന്നു. പ്രിയ വാര്യർ, സൗബിൻ ശാഖർ, നല്ല ക്രൂ തന്നെയായിരുന്നു. നല്ലൊരു ക്രൂ ആയിരുന്നു. അപ്പോൾ അതിനകത്തൊരു ഭാഗമായി. ഇനിയിപ്പോൾ ഈ സീരിയലിപ്പം എനിക്ക് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ സീരിയലിലേക്ക് കമ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് മുതൽ ഈ ഒരു 300 എപ്പിസോഡ് വരെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്ര വർഷമായി ഇപ്പോൾ ജോയിൻ ചെയ്തിട്ട്? ഇതിലോ ഓൾമോസ്റ്റ് 1 ഇയർ കഴിഞ്ഞു. 1 ഇയർ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കുറച്ച് മാസങ്ങളായി. ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്തല്ലേ? ഏപ്രിലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ നിങ്ങൾ ഈ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ലേഡീസും കാണും, ആരാധകരും കാണും. ഇൻസ്റ്റയിലൊക്കെ ഇഷ്ടംപോലെ മെസ്സേജൊക്കെ വരാറുണ്ട്. റിപ്ലൈ കൊടുക്കാറുണ്ടോ? ഞാൻ കാണുന്ന എല്ലാ മെസ്സേജിനും മാക്സിമം റീപ്ലൈ കൊടുക്കാണ്. ഇപ്പോൾ ഹായ് അയച്ചാൽ തിരിച്ച് ഒരു ഹായെങ്കിലും ഞാൻ വിട്ടിരിക്കും. അതിപ്പോൾ എൻ്റെ ഇൻസ്റ്റയിലുള്ള എല്ലാവർക്കും അറിയാം. അത് നമ്മളൊരു നല്ലതോ മോശമൊന്നുമല്ല. ചിലർ പറയും അങ്ങനെ റീപ്ലൈ കൊടുക്കാൻ പാടില്ല, അതൊക്കെ അതിൻ്റെ ആവശ്യം. പക്ഷേ നമ്മളോട് ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരുന്നു, അല്ലെങ്കിൽ നമ്മളോട് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും നമ്മൾ ഹായ് ചേട്ടാ അല്ലെങ്കിൽ സീരിയൽ കൊള്ളാം എന്ന് പറഞ്ഞാൽ തിരിച്ചൊരു ഓക്കെ താങ്ക് യു സുഖമാണോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്നൊന്നും പോകാനില്ല. അപ്പം ഞാൻ മാക്സിമം എല്ലാ മെസ്സേജിനും റീപ്ലൈ കൊടുക്കുന്ന ആളാണ്. അങ്ങനെ കൊടുക്കാൻ നല്ലതാണ്. ആ റിപ്ലൈ കൊടുത്ത കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു കുട്ടി ഐ ലവ് യു പറഞ്ഞ് റിപ്ലൈ കൊടുത്തിട്ടുണ്ടോ? പറഞ്ഞിട്ട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു രീതിക്ക് എടുക്കും. അല്ല, ഐ ലവ് യു ടു എന്നാണ് പറഞ്ഞത്. അല്ലല്ല, അതിനും ഞാൻ താങ്ക് യു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ പെണ്ണൊരു അധഭാഗ്യമായിട്ടുള്ള ഒരാളായിരിക്കും കേട്ടോ. ഐ ലവ് യു പറയുമ്പോൾ തിരിച്ച് താങ്ക് യു പറയുന്ന ഒരാൾ ആദ്യമായിട്ടായിരിക്കും. എങ്കിലും നമ്മൾ ഈ ഒരു ഇതിൽ വരുമ്പം കുറേ കുട്ടികൾക്ക് ആഗ്രഹം കാണും, പെൺകുട്ടികൾക്ക് വിവാഹിതനാണോ അല്ലയോ എന്നൊക്കെ അറിയാനായിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി കാണും. വിവാഹിതനാണോ? ഞാൻ വിവാഹിതനാണ്. അപ്പോൾ ആ ക്യൂരിയോസിറ്റി പോയി കിട്ടി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ട് വിവാഹിതനാണ്. കുട്ടികൾ ഒരു മോളുണ്ട്. മോളുടെ പേര്? മോളുടെ പേര് നൈറ. അടിപൊളി, നല്ല പേര്. അപ്പം ഈ ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോൾ മോളെ 10-15 ദിവസമൊക്കെ മിസ് ചെയ്യത്തില്ലേ? കാണാൻ പറ്റാത്തൊരു വീഡിയോ കോൾ ചെയ്താൽ തന്നെ നമുക്ക് ലൈവായിട്ട് കാണുന്നൊരു ഫീൽ നമുക്ക് കിട്ടത്തില്ലേ? എന്തായാലും ലീവ് ഉണ്ടാവുമല്ലോ, ആ സമയത്ത് പോയി കാണും. മാസത്തിൽ എങ്ങനെ മാസത്തിൽ നമുക്ക് ഒരു 10 days അല്ലെങ്കിൽ 10 to 12 days ഒക്കെ ഈ വർക്കിൽ വന്നിട്ട് ലീവ് കിട്ടുന്നുണ്ട്. നേരെ എറണാകുളം പോകും? എറണാകുളം അല്ല, ശരിക്കും എൻ്റെ വീട് മലപ്പുറത്താണ്. മലപ്പുറം സെറ്റിൽ ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ തൽക്കാലം സെറ്റിൽ ചെയ്തിരിക്കുന്നത് ട്രിവാൻഡ്രം തന്നെയാണ്. എല്ലാവരും ഇവിടെ ഉണ്ടോ? വീട് അവിടെ തന്നെയാണ്, മലപ്പുറം. പിന്നെ കൊച്ചിയിൽ ഇടയ്ക്കിടയ്ക്ക് പോകും. എൻ്റെ ബ്രദർ അവിടെ ഉണ്ടായിരുന്നു. 10 to 12 days ലീവ് കിട്ടും. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു വെക്കേഷൻ പോലെയാണ്. നമ്മൾ ഓൾറെഡി ചില ടൂർ പ്ലാനിങ് എല്ലാം ചെയ്ത് വെച്ചിരിക്കും. ഫ്രണ്ട്സിൻ്റെ കൂടെ ആയാലും അല്ലെങ്കിൽ ഫാമിലീൻ്റെ കൂടെ ആയാലും, മോസ്റ്റ്ലി ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ആയിരിക്കും ഒരു ട്രിപ്പ്, അല്ലെങ്കിൽ ഒരു 3 ട്രിപ്പ്, വാഗമൺ ട്രിപ്പ്, അങ്ങനെയൊക്കെ പോകാറുണ്ട്. ഈ നമ്മളെ സെയിം സെറ്റിലുള്ള ക്രൂ അവരെ കൂടെയൊക്കെ തന്നെ പോകാറുണ്ട്. ഇതിലെ നല്ല ഫ്രണ്ട് ആരാണെന്ന് വെച്ചാൽ ആരാന്ന് പറയും? ഒരാളുടെ പേര് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ല, എങ്കിലും നമുക്ക് ഇഷ്ടം അങ്ങനെ പറയാൻ ആഗ്രഹമുള്ള ഒരാൾ കാണുമല്ലോ. ഇന്ന ആളത്ത് പറഞ്ഞാൽ നമ്മൾ സേഫ് ആയിരിക്കും എന്ന് തോന്നുന്നത്. എങ്ങനെ നമ്മളെ രഹസ്യങ്ങൾ പറയും? എന്തും നമുക്കിപ്പോൾ നമ്മുടെ വിഷമങ്ങളും പറയാൻ പറ്റുന്ന ഒരാൾ, അങ്ങനെ ഒരാൾ ഈ സീരിയൽ ലൊക്കേഷനിലുണ്ടോ? ലൊക്കേഷനിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെയാണ്. ഇപ്പം എൻ്റെ അനിയന്മാരായിട്ട് അഭിനയിക്കുന്നതും ഇപ്പോൾ എൻ്റെ ഒരു ബ്രദറായിട്ട് അഭിനയിക്കുന്നവരൊക്കെ നമ്മൾ ഒരു ഏജ് ഗ്രൂപ്പാണ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകുമ്പോഴും എല്ലാവരെയും ഒരുമിച്ചാണ് പോവാറ്. അപ്പോൾ എല്ലാവരോടും ഷെയർ ചെയ്യാൻ പറ്റും. എല്ലാവരും സേഫാണ് ഇവിടെ. അവർ അനിയന്മാരായിട്ട് ചെയ്യുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത്? അനിയന്മാർ 1-2 പേര് ഇവിടെ ഉണ്ട്. പിന്നെ ഒരാൾ വന്നിട്ടില്ല, ഒരാൾ കുറച്ച് കഴിയുമ്പോൾ എൻട്രി ചെയ്യും. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പാർവതിയുടെ സെക്കൻഡ് എൻട്രിയാണ് ഇപ്പോൾ. ആദ്യത്തെ പാർവതി മുതൽ രണ്ടാമത്തെ പാർവതിയാണ് വന്നിരിക്കുന്നത്. ആദ്യത്തെ പാർവതിക്ക് എന്താണ് പറ്റിയത്? ആദ്യത്തെ പാർവതി എന്താ പറയുക, ഈ കുട്ടി വളരെ നന്നായിട്ട് തുടക്കം മുതൽ ആ കുട്ടി പോകുന്നവരെ ആ പാർവതി മീൻസ് നിയുക്തയാണ് ഈ ക്യാരക്ടർ ചെയ്തത്. വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു വെച്ചിട്ടാണ് പോയത്. ഇപ്പം നമ്മൾ ആ ഒരു കഥാപാത്രത്തോടെ 100% നീതി പുലർത്തുക എന്ന് പറയുന്നത്, അങ്ങനെ ചെയ്തു വെച്ചിട്ടാണ് പോയത്. അപ്പോൾ പ്രേക്ഷകർക്കും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ന്യൂ എൻട്രി വന്നിരിക്കുകയാണ്. അതേപോലെ ഇരുകൈയും നീട്ടി
ഈ പാർവതിയും എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലും ഒരുപാട് സന്തോഷം. അല്ല, ഞാൻ ചോദിച്ചത് ആദ്യത്തെ പാർവതി പോകാനുള്ള എന്തെങ്കിലും റീസൺസ്, ചർച്ചകൾ കുറേ ഞാൻ കേട്ടു, പക്ഷെ അതൊന്നും ഞാൻ ചോദ്യമായിട്ട് ചോദിക്കുന്നില്ല. താങ്കൾക്കറിയാവുന്ന അല്ല, അത് ആ വ്യക്തിയുടെ പേഴ്സണലായിട്ടുള്ള ചില ആവശ്യങ്ങൾക്ക് വേണ്ടി പോയതാണ്. അല്ലാതെ അറിയാലോ നമ്മുടെ സെറ്റിൽ ഈ ലൊക്കേഷനിൽ എന്തായാലും ഒരു ഇഷ്യൂസ് ഇല്ല. കാര്യം ഞാൻ വന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം തന്നെയാണ്. മനസ്സിലാക്കിയ കാര്യം. അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഒരിക്കലും ഇവിടുത്തെ ഇഷ്യൂ കൊണ്ട് പോയതല്ല. എല്ലാവരും വ്യക്തികളാണല്ലോ, ഇതൊന്നും മാറിക്കഴിഞ്ഞാൽ. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ചില ആവശ്യങ്ങൾ, ഇൻഡിവിജ്വൽ പേഴ്സൺസ് തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ അത് നമുക്ക് പോകണ്ട എന്ന് കുറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേ പറയാൻ പറ്റൂ. പിന്നെ അവരെ ചോയ്സാണ്. അതുകൊണ്ട് ഞാനും ഇത് കേട്ടപ്പോൾ അധികമൊന്നും പറഞ്ഞില്ല. അവരെ ചോയ്സാണ്, നമ്മൾ പിടിച്ചു വെച്ചിട്ടും കാര്യമില്ല. ഇല്ലല്ല, ഒരിക്കലില്ല. പോകാൻ തീരുമാനിച്ചാൽ പോകാൻ തന്നെ. ആ പോയ സമയത്ത് ഫീൽ ചെയ്തു ഇനിയിപ്പം അടുത്ത വരുന്ന ആളുമായിട്ട് ഇനി കുറച്ച് മിങ്കിളാവാൻ കുറച്ച് സമയം എടുക്കും. മീൻസ് അതായത് ഒരു കോംബോ സെറ്റ് ചെയ്ത് പോകുമ്പോൾ ആ കോംബോ ഒന്ന് ബ്രേക്കപ്പ് ആകുമ്പോൾ പിന്നെ വലിയ പാടായിരിക്കും. ഈ സീരിയലിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ നല്ല കമൻസ് കിട്ടിയത് നമ്മുടെ ആ ഒരു കോംബോ അടിപൊളിയായിരുന്നു. നമ്മൾ കോംബോ വർക്കൗട്ട് ചെയ്തു, നിയുക്തമായിട്ടുള്ള നല്ല റെസ്പോൺസ് ആയിരുന്നു. ഇപ്പോൾ അത് പോയി പുതിയ പാർവതിയാണെങ്കിലും ഇപ്പം നല്ല കമൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഒരാൾ പോകുമ്പോൾ പെട്ടെന്ന് ഒരാൾ അക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരുന്നു. അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ വന്ന ഒരു ടൈമിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ ആയി, ഹാപ്പി ആയിട്ട് ഇപ്പം നമ്മുടെ കോംബോയും തുടങ്ങി വർക്കൗട്ട് ചെയ്ത് നമ്മുടെ ലവ് സീൻസും എടുത്തു. അതും പ്രേക്ഷകർ അതേപോലെ സ്വീകരിച്ചിട്ടുണ്ട്. പോയപ്പോൾ ഒരു ചെറിയ വിഷമം, അത് സ്വാഭാവികം. പറഞ്ഞാൽ നമ്മൾ പോകണ്ടെന്ന് പറഞ്ഞാൽ അവർ പോകേണ്ടവരാണെങ്കിൽ പോയിരിക്കും, നമ്മൾ പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ നമ്മൾ കുറേ രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, താങ്കളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. അത് ഞാൻ ചൂഴ്ന്നെടുക്കാൻ നോക്കി, കുറച്ചൊക്കെ ഒതുക്കി വെച്ച് കുറച്ചൊക്കെ പറഞ്ഞു. പക്ഷേ എങ്കിലും നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്, നമ്മൾ എക്സ്റ്റാബ്ലിഷ് ആവുക, കുറച്ചും കൂടെ സെലിബ്രിറ്റി ലെവലിലേക്ക് ആവുക എന്നുള്ളത്. ആ ലെവലിലേക്ക് ആയെന്ന് തോന്നുന്നുണ്ടോ? ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു 50% ആയി എന്ന് തോന്നുന്നുണ്ട്. അതായത് ഈ ഒരു വർക്കിന് വന്നതിന് ശേഷം ഒരുപാട് പേര് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് വിശാൽ എന്നാണ്. നമ്മൾ പബ്ലിക്കിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ടെമ്പിളിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ മാളിൽ പോകുമ്പോൾ, അവിടെ ഒരു 100 പേരിൽ 10 പേരെങ്കിലും നമ്മളെ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആയി. ഇനിയും ഒരുപാടായിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ ആയി തോന്നുന്നുണ്ട്. അല്ല, 10 പേരെങ്കിൽ 10 പേര്, ഒരാളെങ്കിൽ ഒരാൾ, നമ്മുടെ വിജയമാണത് തീർച്ചയായിട്ടും. അതിനകത്ത് എത്ര അമ്മമാരുണ്ട്, എത്ര പെൺകുട്ടികളുണ്ട്, എത്ര ചെറുപ്പക്കാരായിട്ടുള്ള ആൺകുട്ടികളുണ്ട്? ഒരു 10 പേരിൽ ഒരു 4-5 പേര് അമ്മമാരായിരിക്കും, ഒരു 5 പേര് ആ ഒരു ടീനേജ് ആ ലെവലിലായിരിക്കും. അപ്പം ഇതെല്ലാം കൂട്ടിക്കലർത്തിയ ഒരു ഹീറോ ആണ് നമ്മുടെ ഇരിക്കുന്നത്. വിശാൽ എന്നല്ലേ കഥാപാത്രത്തിൻ്റെ പേര്? ഈ കഥാപാത്രം ഇപ്പോൾ ഏത് ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? കഥാപാത്രം ഇതേപോലെ അമേരിക്കയിൽ പഠിച്ചു വളർന്നൊരു വ്യക്തിയായിരുന്നു. അതേപോലെ ഇയാൾ നാട്ടിലേക്ക് വരികയും ചില സാഹചര്യങ്ങളാൽ ഒരു നാട്ടുമ്പുറത്തുകാരിയെ കല്യാണം കഴിക്കേണ്ടി വന്നു. ബാക്കി കഥ എല്ലാം പ്രേക്ഷകർക്ക് അറിയാം. ഇനിയിപ്പോൾ ട്വിസ്റ്റ് വരാൻ പോകുന്നേ ഉള്ളൂ, അത് അവർ കാണട്ടെ അല്ലേ? ഇനി പുതിയ ത്രില്ലിംഗ് എപ്പിസോഡ്സ്. ഇത് നോർമൽ ഒരു സീരിയൽ പോലെയല്ല, കുറച്ച് ഫാൻറ്റസി കലർന്ന സീരിയലാണ്. നോർമൽ സീരിയലിൽ കഥാപാത്രങ്ങൾ മാത്രമാണ്, നമ്മുടെ സീരിയലിൽ മനുഷ്യന്മാർ മാത്രമല്ല, ഒരു തത്ത, ഒരു പാരറ്റ്, അതും കൂടി കഥാപാത്രമാണ്. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. കുട്ടികൾക്കും അതേപോലെ എല്ലാ പ്രായക്കാർക്കും നമ്മൾ ഡിഫറൻസ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. സാധാ ഒരു നോർമൽ സീരിയൽ പോലെ പോകുന്നൊരു സീരിയലല്ല, ഒരു ഇല്യൂഷൻ എന്നൊക്കെ പറയില്ല, ആ ഒരു ലെവലിൽ പോകുന്ന സീരിയലാണ്. എനിക്ക് സീരിയൽ മിക്ക സീരിയലും റീമേക്ക് ചെയ്തിട്ടുള്ള സീരിയൽസ് ആണെന്ന് തോന്നുന്നത്, തെലുങ്കുവിൽ നിന്നും. പക്ഷെ അതാരും കാണാത്തതായിരിക്കും തെലുങ്കിലുള്ളത്. പക്ഷെ അത് നമ്മുടെ മലയാളത്തിലേക്ക് വരുമ്പം ഏറ്റവും കൂടുതൽ ആദ്യം നോക്കുന്നത് എല്ലാവരുടെയും കോസ്റ്റ്യൂം ഭയങ്കര വൈബ്രൻ്റ് ആയിരിക്കും. ഈ കേരളത്തിൽ 1-2 സീരിയൽ ഒഴിക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം ഭയങ്കര ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കോസ്റ്റ്യൂംസാണ് യൂസ് ചെയ്തത് എല്ലാവരും. ഇതെല്ലാം നമ്മൾ തന്നെയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കോസ്റ്റ്യൂമൊക്കെ ഇടണം എന്ന് പറയുമ്പോൾ ഹാപ്പി ആയിരിക്കും. കാര്യം അത്രയും റിച്ച് ആയിട്ടുള്ളൊരു സീരിയലായിരിക്കും നമ്മൾ ചെയ്യുന്നുള്ള സന്തോഷമുണ്ടോ? നമ്മളുടെ ഓരോ മോസ്റ്റ്ലി ഈ ഒരു സീരിയലിൻ്റെ പ്രത്യേകത എന്തായാലും ഒരു ഷെഡ്യൂളിൽ 2 ഫംഗ്ഷനെങ്കിലും വരും. ഒരു പൂജ സെറ്റപ്പ്, അല്ലെങ്കിൽ ഒരു മാരേജ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി ഫംഗ്ഷൻ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സ്പെഷ്യലായിട്ട് കോസ്റ്റ്യൂം സെലക്ട് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് ഞാനൊരു ഓഫീസ് പേഴ്സണാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് മാനാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കോസ്റ്റ്യൂംസൊക്കെയാണ് എടുക്കാറ്. അത് നമ്മൾ തന്നെ സെലക്ട് ചെയ്യുന്നതാണ്.
എന്തായാലും സെലക്ഷൻ സൂപ്പറാണ്. ഇത് നന്നായിട്ട് ചേരുന്നുണ്ട് ഈ ഒരു കളർ. ഇതിപ്പോ താങ്കളുടെ നമ്മളൊരു ഫേസിൽ കല്യാണ സെറ്റപ്പാണ്. അത് മനസ്സിലായി, അത് പറയണ്ട, അത് കഥ എനിക്കറിയാം, ഞാൻ അവിടെ വന്നപ്പോൾ എല്ലാം അറിഞ്ഞു. പക്ഷേ അത് പ്രേക്ഷകർ കാണട്ടെ എന്താണെന്നുള്ളത്. നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയുക, മൂവി വേൾഡ് മീഡിയയുടെ പ്രേക്ഷകരോട് എന്താ പറയുക? മൂവി വേൾഡ് മീഡിയക്ക് ആദ്യം തന്നെ ഒരു ബിഗ് താങ്ക്സ്. നമ്മുടെ കാണുന്നാണെന്ന് ഞാൻ വിളിക്കാറ്. പുള്ളിയെ നമുക്ക് നേരത്തെ പഴയ സെറ്റിൽ വെച്ച് കണ്ടിട്ടുണ്ട്, പക്ഷെ അന്ന് നമ്മൾ സംസാരിച്ചിട്ടില്ല. ഇപ്പോൾ സംസാരിച്ച് കൂടുതൽ അടുത്തറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഈ യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു താങ്ക്സ്, നന്ദി, നമസ്കാരം. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കട്ടെ. സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു നമ്മുടെ ക്യാരക്ടറിനെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ സീരിയലിനെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇനിയും ചാനൽ ഇപ്പോൾ എത്ര ആൾക്കാരുടെ സബ്സ്ക്രൈബ്? നമുക്ക് സബ്സ്ക്രൈബേഴ്സ് 300 ആയിട്ടുണ്ട്. നമുക്ക് 262 ചാനലുണ്ട് ടോട്ടൽ. നമുക്കുണ്ട് നമുക്ക് ചാനൽ. അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ഇതിൻ്റെ ഡബിൾ ആവട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തിരിച്ചു ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇനിയിപ്പം സിനിമയാണ് എല്ലാവരുടെയും ഫാൻറ്റസി, ആ ലോകം എന്ന് പറയുന്നത്. സിനിമയിലേക്ക് വരട്ടെ. അതുപോലെ ഹാൻസം ആയിട്ടുള്ള ഒരാളാണ്, നല്ലൊരു ഹീറോ കഥാപാത്രം തേടിയെത്തട്ടെ. ചാനലിലൊക്കെ എന്നെ കണ്ടിട്ട് ആരെങ്കിലും സിനിമയിലേക്ക് ക്ഷണിക്കട്ടെ. പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. അതെ, ഈ ചാനലൊക്കെ കാണുന്ന ഒരുപാട് സിനിമയിലെ ആൾക്കാർ കണ്ടിട്ട് നമ്മൾ വിളിച്ചാൽ ഫുൾ ക്രെഡിറ്റ്സ് ഞാൻ അപ്പം കൊണ്ടുവന്ന് തരാം. താങ്ക് യു സോ മച്ച്. അപ്പം അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഭാഗങ്ങളും സീരിയൽ ഒരു 2000 എപ്പിസോഡ് വരെ പോട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.